നിങ്ങൾക്ക് സാധാരണ ഈ കുക്കിംഗ് ഒക്കെ എപ്പോൾ ചെയ്യാനാണ് ഇഷ്ടം? എനിക്കുണ്ടല്ലോ നമ്മളല്ല സോറി, ഞാൻ വേണമല്ലോ എന്നാലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ ആരും ഇല്ലാതെ ഞാൻ മാത്രം തന്നെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ത്വര വരും കുക്കിംഗ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസമേ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ ആദ്യം തന്നെ അച്ചാറിട്ട് വെച്ചേക്കാമെന്ന്. അതാകുമ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ മാങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. കുറേ നാളായിരുന്നു അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട്. നമ്മുടെ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് കയറി ഇറങ്ങി അങ്ങ് കഴിച്ചോളൂ. ശരിക്കും ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് മാങ്ങയുള്ള ഉള്ളതെങ്കിൽ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചു. അതല്ല പിന്നത്തേന് വെച്ചാണ്ടല്ലോ ഇതൊന്നും നടക്കരുന്നേ, നമ്മളങ്ങ് മറന്നു പോവും, ഫ്രിഡ്ജിനകത്ത് ഇരിക്കും. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. എന്നാ മണമായിരുന്നെന്നറിയാം അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയേക്കാവുന്നേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന മെഴുക്ക് വരട്ടി. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് എന്നാ പറയുന്നത്? പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം സാധനം മുട്ട. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതൊക്കെ ജസ്റ്റിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. മുട്ട പൊരിച്ചതും അച്ചാറും ചമ്മന്തിയും അങ്ങനെയൊക്കെ. ഇത് കണ്ടോ, ഇതെന്നാ കാണിക്കുന്നത് വെച്ചാൽ ഇതിനാ പറയുന്നത് തട്ടിപ്പൊത്തി വെക്കുക. പണ്ട് എൻ്റെ അമ്മ പറയുന്നതായിരുന്നേ, കൊച്ചേ അതെല്ലാം അങ്ങോട്ട് തട്ടിപ്പൊത്തി ചീനച്ചട്ടി അങ്ങ് അടച്ചു വെക്കാൻ. എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മേനെ ഓർക്കും കേട്ടോ. അമ്മയുടെ ഒരു വാക്ക്. എന്നെ കുക്കിങ്ങിൻ്റെ ആദ്യപാഠം പഠിപ്പിച്ച അമ്മയായിരുന്നേ, മമ്മിയുടെ അമ്മച്ചി. അങ്ങനെ മുട്ട പൊരിച്ചു, പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പ്രിഫറൻസ് ജസ്റ്റിയുടെ ഇഷ്ടങ്ങളും ജസ്റ്റിയുടെ ടേസ്റ്റും ഒക്കെയാണ്. ചമ്മന്തി ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ, ഞെട്ടണ്ട ഉണ്ണി. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ഇച്ചിരി ഏറെ വേണമെന്നേ എല്ലാം. ജസ്റ്റിക്ക് ഈ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ അവിയൽ പോലെ അങ്ങ് കഴിച്ചു തീർക്കും. ഇത് ഒരു തേങ്ങ മുഴുവനുണ്ടേ, പക്ഷെ ഇന്നും കൊണ്ട് അത് തീരുന്നേ. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാവേ.